Hi friends, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LD Clerk 2024 ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. I am Alisha and welcome to aliSays by Alisha. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും ശ്രദ്ധാപൂർവം വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/1/2024 ജാനുവരി 3 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ അതിനുള്ളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആരും അവസാനത്തേക്ക് നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. സോ ഇതാണ് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, തുളസി വെബ്സൈറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിൻഡോയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലെയിംസ് ഒക്കെ നമുക്ക് ഡിസേർവിംഗ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സ്പോർട്സ് ബെനിഫിറ്റ്സ്, കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ക്ലെയിംസ് ഒക്കെ ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ക്ലെയിം ചെയ്താൽ മാത്രമാണ് PSC പരിഗണിക്കുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ EWSനൊക്കെ അർഹരായവർ അത് നിർബന്ധമായിട്ടും ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാവുന്നതാണ്. സോ ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ കാണിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു പേജിലേക്കാണ്. ഇതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തുളസി വെബ്സൈറ്റ്. അപ്പം ഇവിടെ നിങ്ങളെല്ലാവരും വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമുക്കൊരു പ്രൊഫൈൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മളിവിടെ ലോഗിൻ ഡീറ്റെയിൽസ്, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഈ ക്യാപ്ചയും കൂടി അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ആക്സസ് കോഡും, അതായത് ക്യാപ്ചയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐക്കൺസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, LD Clerkന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോട്ടിഫിക്കേഷൻസ്, അപ്ലൈ ഫോർ എ പോസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനൊരു പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്തെത്തേക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ആവശ്യം, നമുക്ക് എല്ലാവർക്കും അറിയാം LD Clerk എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഡിസ്ട്രിക്ട് വൈസ് ജനറൽ ആണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. UP സ്കൂൾ ടീച്ചർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ. അപ്പം നമ്മളിവിടെ LD Clerkന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നമ്മൾ ഉറപ്പിക്കണം. 503/2023 കാറ്റഗറി നമ്പർ. പോസ്റ്റിൻ്റെ പേര് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ LD Clerk മാറ്റി ക്ലർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള പോസ്റ്റ്. ഇനി ഇതിൽ ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ചെക്ക് എലിജിബിലിറ്റി ആണ്. ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അപ്പം ഇവിടെയാണ് നമുക്ക് അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 14 ഡിസ്ട്രിക്റ്റുകൾക്കായിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കായിട്ട് നടക്കുന്ന LD Clerk എക്സാമിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇത്. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കാറ്റഗറി നമ്പർ ഒന്നുകൂടെ എൻഷുർ ചെയ്യണം. 503/2023 എല്ലാം കറക്റ്റാണ്. അപ്പോൾ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കറക്റ്റ് തന്നെ ആയിരിക്കണം. അതിൽ കാണിച്ചിരിക്കുന്ന പേര് ഒറിജിനൽ ആയിരിക്കണം. അതിൽ കാണിക്കുന്ന ഡേറ്റിൽ തന്നെ ആയിരിക്കണം ഫോട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്നിട്ട് നെയിം ആസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫിലുള്ള പോലെ തന്നെ, അതായത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ ഡേറ്റ് എന്നാണോ ഫോട്ടോഗ്രാഫ് എടുത്തത് ആ ഡേറ്റ് കൂടെ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേരും ഈ ഡേറ്റ് ഓൺ ദ ഫോട്ടോഗ്രാഫും അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ 4 ചെക്ക് ബോക്സ് കാണാം. അപ്പോൾ ഇത് ടിക്ക് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ബട്ടൺ ഇനേബിൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ പേരും ഈ ഫോട്ടോഗ്രാഫിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ 10 വർഷമാണ് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ നമ്മുടെ ഫോട്ടോൻ്റെ വാലിഡിറ്റി. അപ്പോൾ മാക്സിമം അത്രയും പഴയത് പോകേണ്ട ആവശ്യമില്ല. പുതിയ ഫോട്ടോ ഒക്കെ അപ്ഡേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ എന്തായാലും 10 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ചെക്ക് ബോക്സസ് എല്ലാം. സിഗ്നേച്ചറൊക്കെ എലിജിബിൾ ആയിട്ടുള്ള, അതായത് വായിക്കാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും ഒക്കെയാണെന്ന് എൻഷുർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അമർത്തണം.
ഈ ഒരു വിൻഡോയിലാണ് നമുക്ക് ജില്ല ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ജില്ല ഓപ്റ്റ് ചെയ്യുമ്പോൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, കട്ട് ഓഫ് മാർക്കും അഡ്വൈസ് ചാർട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ജില്ല ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് പോയി വരാനും ഒക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള സൗകര്യം കൂടെ ഒക്കെ നോക്കിയിട്ട് ജില്ല ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ജില്ല ഓപ്റ്റ് ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ്. ഇവിടെയും നമുക്ക് എല്ലാത്തിനും ശേഷം ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. അപ്പോൾ ഇതൊരു വാർണിംഗ് പോലെയാണ്. നമുക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കി നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഡു യു ബിലോങ് ടു ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. അപ്പോൾ അത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി യെസ് ക്ലെയിം ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇവിടെ യെസ് എന്നുള്ളത് എനാബിൾ ചെയ്ത് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് യെസ് നോ എന്നുള്ളതാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ്റെ സമയത്താണ്. അതായത് അപ്ലൈ ഒക്കെ ചെയ്ത് എക്സാം ഒക്കെ കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് വെരിഫിക്കേഷൻ. ആ സമയത്താണ് നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. യെസ് ക്വാളിഫൈ ആണെന്നുള്ളത് ഇവിടെ നമ്മൾ യെസ് ഓപ്റ്റ് ചെയ്യണം. അവിടെ നമുക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. അപ്പോൾ അവിടെ നമ്മൾ ഓക്കെ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ളത് ജില്ലയാണ്. ഏത് ജില്ലയിലാണ് എക്സാം സെൻറ്റർ പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ഇനേബിൾ ചെയ്തിട്ട് വരിക. അപ്പോൾ നേരത്തെ നമ്മൾ എറണാകുളം ജില്ലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എറണാകുളം ജില്ല തന്നെയാണ് ഇവിടെ ഇനേബിൾ ചെയ്ത് വരുന്നത്. താലൂക്ക് നമുക്ക് പോയി വരാനൊക്കെയുള്ള സൗകര്യത്തിനുള്ള താലൂക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മൂവാറ്റുപുഴ താലൂക്കാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് ഈ ചെക്ക് മാർക്ക് കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കാം. റിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്ന വിൻഡോ ഒന്നുകൂടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യാനുള്ളൊരു വിൻഡോ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ നമ്മൾ കൊടുത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ലഭിക്കുന്നത്. കാറ്റഗറി നമ്പറും പോസ്റ്റ് നെയിമും ഡിസ്ട്രിക്റ്റും ഒക്കെ നമ്മളൊന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എല്ലാം നമുക്കൊന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ നമുക്ക് കാണാം. ഹോം പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഐക്കൺസ്, ഇവിടെ മൈ ആപ്ലിക്കേഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. മൈ ആപ്ലിക്കേഷൻസ് തുറന്നാൽ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട അതേ വിൻഡോ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഈ PDF-ൻ്റെ ചിഹ്നം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് ഇത് സൂക്ഷിച്ച് വെക്കണം. എന്തെങ്കിലും PSC ആയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമായിട്ട് വരും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി LD ക്ലർക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പഠിച്ചാൽ മാത്രം മതിയല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് സംശയമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.